ഹലോ. ഇന്ന് നമ്മൾ ലീഗൽ ലാംഗ്വേജ് ആൻഡ് ലീഗൽ റൈറ്റിങ്ങിലുള്ള ഒരു മാക്സിമാണ് നോക്കാൻ പോകുന്നത്. കോസ പ്രോക്സിം നോൺ റിമോട്ട സ്പെക്റ്റേറ്റ. ഈ ഒരു മാക്സിമ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ടോർട്ട് ലോ ആണ്. അപ്പോൾ ഈ ടോർട്ട് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മാക്സിം ഉണ്ടായിട്ടുള്ളത് തന്നെ. ദ ഇമ്മീഡിയറ്റ് കോസ് നോട്ട് ദ റിമോട്ട് കോസ് ഈസ് കൺസിഡേർഡ് ഇൻ ഡിറ്റർമൈനിങ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. എന്തെങ്കിലും നമുക്കൊരു ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഇഞ്ചുറി ഉണ്ടാവാനുള്ള ഇമ്മീഡിയറ്റ് കോസ്, ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കോസ് മാത്രമാണ് ആ ആൾ ലീഗലി റെസ്പോൺസിബിൾ ആവൂ. അതല്ലാണ്ട് റിമോട്ട് കോസ്, കുറച്ച് അകന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ആ അവിടെ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അയാൾ ലയബിൾ ആവില്ല എന്നാണ് ഈ ഒരു മാക്സിം വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഒരാൾ ബൈക്ക് ഓടിച്ച് വരികയാണ്. അപ്പോൾ ഈ റോഡിൽ ഒരു പെഡസ്ട്രിയൻ, ഒരു കാൽനട യാത്രക്കാരൻ അങ്ങനെ നടന്നു വരുമ്പോൾ ഈ ബൈക്കുകാരൻ അറിയാണ്ട് അയാളെ പോയിട്ട് ഇടിച്ചു. അങ്ങനെ ഇടിച്ചിട്ട് അയാൾ തെറിച്ച് വീണ് മരിച്ചു. അപ്പോൾ ഇവിടെ ഇയാൾ ഇടിച്ചു, അയാൾ മരിച്ചു. ഇതെന്താണ്? ഇമ്മീഡിയറ്റ് കോസാണ്, അയാളുടെ ഡയറക്റ്റ് കോസാണ് അവിടെ. അപ്പോൾ ഇയാൾ എന്താണ്? അയാളെ ഇടിച്ച് അയാൾ മരിച്ചതിന് ഇയാൾ ലയബിളാണ്. ഈ ഒരു ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ട് അവർക്ക് പെട്ടെന്ന് ഷോക്കായിട്ട് അവർക്ക് BP ഒക്കെ കൂടിയിട്ട് അവർ ഹോസ്പിറ്റലൈസ് ആയിട്ട് അവർക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ആ സ്ത്രീക്കുണ്ടായ കാരണങ്ങളിലൊക്കെ ഈ ഡ്രൈവർ ലയബിളാണോ? അല്ല. ഇയാൾ ഇവിടെ ഈ പെഡസ്ട്രിയന് പറ്റിയ അപകടത്തിന് മാത്രമേ ലയബിൾ ആവൂ. അല്ലാണ്ട് ആ മറ്റേ സ്ത്രീക്ക് പറ്റിയിട്ടുള്ള കാരണങ്ങൾക്കൊന്നും അയാൾ ലയബിളായിട്ട് വരില്ല. അതാണ് ഈ ഒരു മാക്സിം വെച്ചിട്ട് പറയുന്നത്. ദ ഇമ്മീഡിയറ്റ് കോസ് നോട്ട് ദ റിമോട്ട് കോസ് ഈസ് കൺസിഡേർഡ് ടു ബി എ ലീഗൽ റെസ്പോൺസിബിലിറ്റി. ഇനി നമ്മൾ ഈ മാക്സിം വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഇയാളുടെ റെസ്പോൺസിബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് 2 ടെസ്റ്റാണ് പറയുന്നത്. ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ് ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോർസൈറ്റ്. ദ ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ് എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദ ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ് എ പേഴ്സൺ ഈസ് ലയബിൾ ഫോർ ഓൾ ദ ഡയറക്റ്റ് കോൺസിക്വൻസസ് ഓഫ് ഹിസ് റോങ്ഫുൾ ആക്ട് വെദർ ഹി കുഡ് ഹാവ് ഫോർസീൻ ദം ഓർ നോട്ട്, ബിക്കോസ് കോൺസിക്വൻസസ് വിച്ച് ഡയറക്ട്ലി ഫോളോ എ റോങ്ഫുൾ ആക്ട് ആർ നോട്ട് ടു റിമോട്ട്. എന്താണ്? ഇതിൽ ഒരാൾക്ക് ഒരു ഡയറക്ട്നെസ് ഉണ്ടാവും. അപ്പോൾ അയാൾ ആ ഒരു ഡയറക്ട്നെസ്സിൽ അയാൾ ലയബിൾ ആയിരിക്കും. അയാൾ എന്തെങ്കിലും ഒരു റോങ്ഫുൾ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ലയബിൾ ആവും. അതിപ്പോൾ അയാൾ ഫോർസി ചെയ്യണം, അത് ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം എന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തായാലും അയാൾ ലയബിൾ ആയിട്ട് വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് അയാൾ ആ സിഗരറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തീപ്പെട്ടിക്കൊള്ളിയോ അങ്ങനെ അറിയാണ്ട് അയാളത് കെട്ടു എന്ന് വിചാരിച്ചിട്ടാണ്, ആ തീ അണഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അയാളവിടെ സൈഡിൽ കളഞ്ഞു പോയി. അങ്ങനെ കളഞ്ഞു പോയപ്പോൾ അയാൾ പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലെ തീയുടെ സ്പ്രെഡായിട്ട് അവിടെ ആ സ്ഥലം കത്തുകയാണ്. ആ സ്ഥലം കത്തുമ്പോൾ അവിടെയുള്ള എന്താ ഉണ്ടായാണെങ്കിൽ അവിടുത്തെ ആ സാധനങ്ങൾ ഫുള്ള് നശിക്കുക, അതുപോലെ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ബിൽഡിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നശിച്ചു പോവുക. അപ്പോൾ ഈ ഫയർ സ്പ്രെഡായിട്ടല്ലേ ഇവിടെ ഇത് സംഭവിക്കണത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇയാൾ ലയബിളാണ്. അവിടെ ആ തീപ്പൊരി ഇട്ട് പോയ ആളാരാണെങ്കിലും അയാൾ ഈ ഒരു നാശനഷ്ടത്തിന് ലയബിളാണ് എന്നാണ് ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ്സിൽ പറയുന്നത്. അപ്പോൾ അയാൾക്കിപ്പോൾ അവിടെ അത് വീണ അവിടെ ഇങ്ങനൊരു തീ പടരുമെന്ന് അയാൾക്ക് അറിയൊന്നുമില്ല. പക്ഷെ അയാൾ അവിടെ എന്താണ്? അയാളവിടെ അത് ഉപേക്ഷിച്ച് പോയി. അങ്ങനെ തീ സ്പ്രെഡായിട്ട് അവിടെ ലോസ് സംഭവിക്കുകയാണ്. അപ്പോൾ ഇവിടെ അയാൾ ലയബിൾ ആയിട്ട് വരും എന്നാണ് പറയുന്നത്. ഇനി ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോർസൈറ്റ്. അക്കോർഡിംഗ് ടു ദ ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോർസൈറ്റ്, ഇഫ് ദ കോൺസിക്വൻസസ് ഓഫ് എ റോങ്ഫുൾ ആക്ട് ക്യാൻ ബി ഫോർസീൻ ബൈ എ റീസണബിൾ മാൻ, ദേ ആർ നോട്ട് ടു റിമോട്ട്. ഇപ്പോൾ ഒരു ആൾക്ക് അയാൾ ഫോർസി ചെയ്യാണ്, അവിടെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചേക്കാം അല്ലെങ്കിൽ അവിടെ ഒരു അപകടം സംഭവിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഒരു അപകടം പറ്റുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഫോർസി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റോഡിലൊരു കുഴിയുണ്ട്. അപ്പോൾ ഈ PWD വർക്കേഴ്സ് ആവും അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഒരു റോഡിൽ കുഴിയുള്ളപ്പോൾ ഈ ജോലിക്കാർക്ക് അറിയാം അവിടെ ആ കുഴി കാണാത്ത ഒരു സ്ഥലത്താണ്. അപ്പോൾ പെട്ടെന്നൊരു വണ്ടി വന്നാൽ ആ കുഴിയിൽ വീണിട്ട് എന്തെങ്കിലും അപകടം പറ്റാമെന്ന് തോന്നില്ലേ? അപ്പോൾ അവിടെ അവരൊരു ബോർഡ് വെക്കണം, അവിടെ ഒരു കുഴിയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് വെക്കണം. അപ്പോൾ ഇവിടെ ഈ ബോർഡ് വെക്കാണ്ടിരുന്നു അവർ. അങ്ങനെ ആ കുഴിയിൽ ആരെങ്കിലും വീണ് അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ ആ ഓഫീസേഴ്സ് അവന് ലയബിൾ ആയിട്ട് വരും. അവർക്കറിയാം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാമെന്ന് അവർക്ക് അറിയണതാണ്. അപ്പോൾ അതെന്താണ്? അവർ ഫോർസി ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസിൽ അവർ ലയബിൾ ആയിട്ട് വരും എന്നാണ് ഈ ഒരു ലോ വെച്ച് പറയുന്നത്. ഇനി ഒരു കേസ് ലോ നമുക്ക് പറയാം. സ്മിത്ത് വേഴ്സൺ ലണ്ടൻ ആൻഡ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ കമ്പനി. ഈ ഒരു
കേസിൽ ഈ റെയിൽവേ കമ്പനി ഇങ്ങനെ റെയിലിൽ പോണ സമയത്ത് തന്നെ ഈ സൈഡിലുള്ള ചെറിയ ചെറിയ പുല്ലുണ്ടല്ലോ, അപ്പോൾ ഈ പുല്ലിൽ സ്പാർക്ക് തട്ടും. ഈ ട്രെയിനിൻ്റെ സ്പാർക്ക് തട്ടിയിട്ട് ട്രെയിൻ ഇങ്ങനെ പോണ ടൈമിൽ അതിൻ്റെ സ്പാർക്ക് തട്ടിയിട്ട് അവിടെ ഒരു ഫയർ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഫയർ ഉണ്ടായിട്ട് അവിടെ ഉള്ളൊരു കോട്ടേജ്, ഈ പ്ലെയിൻ ജിപ്പിൻ്റെ കോട്ടേജ് നശിച്ചു പോവാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ട്രെയിനിലുള്ള ആ ഡിഫൻഡൻറ്റ് ലയബിൾ ആയിട്ട് വരികയാണ് ഈ ഒരു കേസിൽ. കാരണം ആ ട്രെയിനിലുള്ള ആ സ്പാർക്ക് അവർക്ക് ആ സൈഡിലുള്ള പുല്ല് ചെത്തിക്കളയണം, അല്ലെങ്കിൽ ട്രെയിൻ അതിനെ പോകുമ്പോൾ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുമെന്ന് ഇവർക്ക് അറിയേണ്ടതല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ആ പുല്ല് കളയണം, അതുപോലെ അവിടെ ഒരു അപകടം അല്ലെങ്കിൽ ഒരു സ്പാർക്ക് വരാതിരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഓഫീസേഴ്സാണ്. അപ്പോൾ ഇവിടെ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഈ റെയിൽവേ കമ്പനി ലയബിൾ ആയിട്ട് വരികയാണ്. ഇതാണ് ഒരു കേസ് ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു മാക്സിമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.